ഗൈസ്, ഇത് വോക്ക് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് ഒരു നിശ്ചിത എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും ഫുഡ് കഴിക്കാം. ഇവിടെ വെച്ചിരിക്കുന്ന ഫുഡ് കണ്ടില്ലേ, ഈ ഫുഡിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്ന റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നമ്മൾ മാൻഡ്രിഡിലെ വോക്ക് റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഇത് ചൈനീസുകാരുടെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ബൊഫേ ടൈപ്പ് ഭക്ഷണങ്ങളാണ് ഉള്ളത്. ഒരാൾക്ക് 14 യൂറോ വെച്ച്. അങ്ങനെ എത്ര പേരുണ്ടെങ്കിലും തലയെണ്ണത്തിനാണ് പൈസ കൊടുക്കേണ്ടത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഭക്ഷണം കഴിക്കാം. അതായത് ഈ റെസ്റ്റോറൻറ്റ് അടയ്ക്കുന്നവരെ. ഒരുപാട് ഫുഡ് ഐറ്റംസ് നിങ്ങൾ കണ്ടില്ലേ, എത്ര വേണമെങ്കിലും നമുക്ക് ഇരുന്ന് കഴിക്കാം. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ റെസ്റ്റോറൻറ്റിൽ തന്നെയുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോകുന്നത്. കഴിക്കുന്ന സമയത്ത് കമ്പനിക്ക് ആളില്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കില്ലേ. അങ്ങനെ കമ്പനിക്കാരെയും കൂട്ടിയിട്ട് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, കാണുമ്പോൾ തന്നെ കണ്ണ് തള്ളും. പോർക്ക്, ചിക്കൻ, ബീഫ്, സീ ഫുഡ് ഐറ്റംസ്, ജാപ്പനീസ് ഫുഡ് എല്ലാം ഉണ്ട്. ഞങ്ങൾ ഫസ്റ്റ് തന്നെ സീറ്റ് പിടിച്ചു. അല്ലെങ്കിൽ സീറ്റ് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കും. 4 പേർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റ് കിട്ടി. എന്നിട്ട് സാവധാനം ഫുഡ് അങ്ങോട്ട് കഴിച്ചു തുടങ്ങി. ഫുഡ് വിളമ്പുന്ന സമയത്ത് നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞപ്പോൾ ആകെ ക്ഷീണിച്ച് ടയേർഡായിരുന്നു. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, വീഡിയോ രണ്ടാമത്തെ അറ്റംപ്റ്റിന് എടുക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിന് ഞങ്ങൾ ഫുഡ് കഴിക്കൽ തുടങ്ങി. സത്യം പറഞ്ഞാൽ വീഡിയോയിലേക്ക് നോക്കാനുള്ള ക്ഷമ പോലും ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് 4 പേർക്കും ഉണ്ടായിരുന്നില്ല. ചൈനീസ് ഫുഡിനെ കുറിച്ച് മോശം പറയരുതല്ലോ, എല്ലാം അപാര ടേസ്റ്റ് ആയിരുന്നു. ജയിച്ചേച്ചിയും സംചേട്ടനും പറയുന്നത് ഇതിൽ അജിനോമോട്ടോ ചേർത്തിട്ടുണ്ടെന്നാണ്. ടേസ്റ്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ ചേർത്ത് കാണുമായിരിക്കാം. ചൈനക്കാരല്ലേ, വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഫുഡിന് കുറ്റം പറയരുതല്ലോ. എല്ലാ കുക്കിങ്ങും ഒന്നിനൊന്നും മികച്ചതായിരുന്നു. ഏകദേശം ഞങ്ങളുടെ ഫസ്റ്റ് പ്ലേറ്റ് തീരാറായി. ഞാൻ കുറച്ച് പോസ്റ്ററൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ കുറച്ച് ഐസ്ക്രീംസും കാര്യങ്ങളൊക്കെ. എന്തായാലും അത് ലാസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്ലേറ്റ് എടുക്കാനായിട്ട് പോവാം. കലമാരേസ് അങ്ങനെയുള്ള സംഭവം, ഇതൊക്കെ മറ്റേ മീൻ, ഫിഷ്, ഇച്ചൻ സൂഷി എടുക്ക്. അതിന്റെ ഓരോന്ന് വെച്ചെടുക്ക്. ഇതൊക്കെ പിന്നെ ഇതിന്റെ ഇത് വേണ്ട, ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. രണ്ടും ഇതെടുക്ക്. ഇത് സുഷിയുടെ സാൽമോണാണത്. സാൽമോണാണ് വെച്ചേക്കണത്. അത് കഴിഞ്ഞ് ഇതൊക്കെ ചോറ് ഇതിന്റെ ഉള്ളിൽ പരട്ടിയേക്കണതല്ല. വേണമെങ്കിൽ എടുത്തോ, വേണ്ടെങ്കിൽ എടുക്കണ്ട. വേണമെങ്കിൽ എല്ലാത്തിന്റെ ഓരോന്ന്. എനിക്ക് ഒരെണ്ണം ഇടായിരുന്നു, എനിക്ക് രണ്ടാമത് എടുക്കണ്ടായിരുന്നു. ആണോ? 2 ചിക്കൻ എടുക്കണ്ട. അത് മതി. ഇതെടുക്കും. ഇതൊന്നും എടുക്കണ്ട, പൊട്ടറ്റോസ് ഒന്നും എടുക്കണ്ട. ഇതെന്താന്ന് അറിയാൻ പാടില്ല. ഇത് എടുത്താണെങ്കിൽ എടുത്തോ, എന്ത് സംഭവം എനിക്ക് അറിയാൻ പാടില്ല. ടമാരേസ് 2 എണ്ണം. ഈ സാധനം ഇതൊരെണ്ണം എടുത്തോ, അതൊരെണ്ണം എടുത്തോ അറിയില്ല. അതൊരെണ്ണം, മറ്റത് ഇതൊരെണ്ണം. പിന്നെ ഇതവിടെ ഞണ്ടല്ല, ഇതും കലമാരസിന്റെ വേറൊരു വിഭാഗം. പിന്നെ ഇത് വേണമെങ്കിൽ അത് വേണമെങ്കിൽ എടുത്തോ. 2 ടേസ്റ്റ് ആണ്. കഴിച്ചില്ലേ? ഇത്രയും കഴിഞ്ഞില്ലേ? ഇപ്പൊ ഇത്രയും വിഭാഗത്തിൽ എടുത്തില്ലേ? ഇനി അങ്ങോട്ട് വാ. ഇതെടുക്ക്. ഇതെടുത്താ? ഇതെല്ലാം എടുത്താ? അന്നെടുക്ക്. എന്റെ കയ്യിലേക്ക് ഇട്ടരുത്, നീക്കി വെക്കേ. ബാക്കി വന്നിട്ട് എടുക്കാം. എനിക്ക് എടുത്തതാ. എനിക്ക് വേണ്ടത് എന്തൊക്കെയാന്ന് ഞാൻ പറയാം. എനിക്ക് വേണ്ടത് ഇത്. എനിക്ക് വേണ്ടത് ഇത്. ഫുഡ് ഓക്കെ. അത് വേണ്ട, എനിക്കിഷ്ടല്ല. അതൊന്നും വേണ്ട. ഇത് എന്ത് സംഭവമാണ്? ഇതെനിക്ക് ഒരെണ്ണം എടുത്തന്നേ, ചൂല് പോലത്തെ സാധനം. നല്ലതാണോ? ടേസ്റ്റ് ഉണ്ടായിരുന്നോ? എങ്ങനെയുണ്ട് ചിക്കൻ ടേസ്റ്റ് ചെയ്തപ്പോ? നല്ലതായിരുന്നോ? ഫിലേത്താസ് അതെന്താ എങ്ങനെ ടേസ്റ്റ് ചെയ്തപ്പോ എന്തായിരുന്നു? ഒരെണ്ണം മതി, ഒരെണ്ണം. വേണ്ട. വേണ്ട. ഇതെന്താ ആ സാധനം? എനിക്കിത് ഈ സാധനം വേണം. ചിക്കൻ അല്ലേ? ചിക്കൻ ഞാൻ ഒഴിവാക്കിയത്. ഈ സാധനം വേണം. സൈഡിൽ ഇട്ടോ, നിറച്ചിട്ടോ.
നല്ല ഇഷ്ടം. മതി. ചേച്ചി എടുക്കണം. ചേച്ചി ഇത് എന്നതാന്ന് മനസ്സിലായില്ല. ഇത് കലമാരസല്ലേ? കലമാരസാണോ? ഇത് ചിപ്പിരോൺ. അതെ കളമാരസ്. ഒരു ചുമന്നിരിക്കണ ഞണ്ട് വലിക്കണ സാധനം ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വളച്ചിരിക്കണ നീരാളി അല്ലേ? ആ, നീരാളി എനിക്കിഷ്ടം. കലമാരസും നീരാളും തമ്മിൽ എന്താ വ്യത്യാസം? എനിക്കറിയാൻ പാടില്ല. രണ്ടിടത്തിനെ കലമാരിസ് തന്നെ പറയണേ. ശ്രമിച്ചേട്ടെ. ആ നീരാളിയാണോ? ഈ മീൻ മെർലോസയാ. ഇതോ മീനായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് മാറ്റി വെച്ചാൽ മെർലോസയാ. ഞാൻ കഴിക്കും. അല്ലേ? ഞാൻ കഴിച്ചു വെള്ളം മാറ്റി. ചിക്കൻ വറുത്തത്, വെച്ചത്, പുഴുങ്ങിയത്, ഓടിച്ചിട്ട് കത്തിച്ച് എടുത്തത് എല്ലാം ഉണ്ട്. ഓരോരുത്തര് തിന്ന് വയറ് വലുതായിട്ട് എനിക്കോടൊന്ന് സസ്പെൻഡ്. ഞാനിതുപോലെയാവും. അവനിനി കടക്കണേലോ വൈറ്റ് കളിക്ക്. ആണോ? എന്റെ ആങ്ങളമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ എല്ലാം തീർത്തനെ. അത് പ്രായം വരെ കഴിക്കാൻ പറ്റും. അങ്ങനെയൊന്നുമില്ല. ഇവിടെ പ്രായമായവര് വന്നിട്ട് അവരതില് ചെറുപ്പക്കാരെകളും കൂടുതൽ അടിച്ചു കയറ്റുന്നു. ആരും വയർമേക്ക് നോക്കരുതിട്ടാ, എനിക്ക് നാണം വരും. ഒരു പേപ്പർ എഴുതിയോടെ വെക്കാം. നോക്കരുത്, എനിക്ക് നാണം വരും. മതിയായി തുടങ്ങി. അതാ ഇങ്ങോട്ട് കയറി. എന്റെ സ്നേഹം മോന് മനസ്സിലാവുന്നില്ല. മനസ്സിലാവണ ആദ്യം തന്നെ ആദ്യം തരൂല. മോള് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് വിഷമൊന്നും ഇല്ലെങ്കിൽ മോന് തരും. പോസ്റ്റർ കഴിക്കാം. എനിക്ക് മതിയായി. എനിക്ക് പോസ്റ്റർ വേണം. ചേട്ടാ എടുത്തോണ്ടേ, ഫ്രൂട്ട് എടുത്തോണ്ടേ. മാത്രം മതിയാ? ഞാൻ എളുപ്പം എടുത്തോണ്ടരാ. തിന്നണ സാധനം എനിക്ക് അപ്പുറം ചുമല വെള്ളം. ജെല്ലോ? ജെല്ലാണെങ്കിൽ വേണ്ട, വെള്ളം ആണെങ്കിൽ എന്ത് ടേസ്റ്റ്? വേണ്ട. ഇതെന്താ? തൈര്. തൈര് വെച്ചോ? തൈര് വേണ്ട, ഇത്രയും സാധനങ്ങളുണ്ട്. തൈര് വേണ്ടി. ഐസ്ക്രീംസ് അത് കുഴപ്പമില്ല. അതെങ്ങനെയുണ്ടാവും? ഒരെണ്ണം മതി. മുന്തിരി വേണം. മതിയാ? ഇത് പറഞ്ഞെടുക്കട്ടെ. മെലോൺ. ഒരു കുഞ്ഞു തണ്ണിമത്തൻ എടുക്കാം. മുറുക്കിയാണ് പിടിക്കുക. ഇതെടുക്കട്ടെ. മലക്കത്തോണ. ഇതെല്ലാം ഫ്രൂട്ട്സും മിക്സ് ചെയ്തതാ. അത് വേണോ? അത് എടുത്തോ. ഭയങ്കര മധുരായിരിക്കും കേട്ടോ. അത് കുഴപ്പമില്ല. ഫ്രൂട്ട്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. മതി. ഈ സലാഡ് എടുക്കണോ? വേണോ? ഇത് വേണോ? അത് വേണ്ട. സലാഡ് അതിന്റെ മുകളിൽ അപ്പുറത്ത്, ഇത് പുള്ളിയുടെ അപ്പുറത്ത് രണ്ടില് സവാള. അത് കുറച്ച് മതി. ആ മതി. നാരങ്ങ ഒരെണ്ണടുത്ത് പിഴിയായിരുന്നു. ഐസ്ക്രീം എവിടെ? ഐസ്ക്രീം എനിക്ക് വേണ്ട. ആ മതി. എടുക്കണം വിചാരിച്ചു. ഇതെടുക്കണം. ചേട്ടന് വേണ്ടി എടുത്തത് ഈ സാധനം. ഇനി എന്തെങ്കിലും വേണോ? ഇത് കേക്ക്, പിന്നെ ഇത് ഫ്ലെമി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഇത് ഇതിൻ്റെ ഉള്ളിൽ ക്രീമൊക്കെ തേച്ചത്, മുന്തിരിങ്ങ, ഫ്രൂട്ട്സ്, പിന്നെ ഞാൻ വെറൈറ്റി ടൈപ്പുള്ള ഐസ്ക്രീംസ് എടുത്തു. എല്ലാം കൂടി മിക്സ് ചെയ്തു. ഈ ചായനും എടുത്തു കൊടുത്തു.
ഫസ്റ്റ് പ്ലേറ്റിൻ്റെ കൂടെ തിന്നണ സാധനം തേർഡ് പ്ലേറ്റിൻ്റെ കൂടെ തിന്നുന്ന മനുഷ്യൻ. മനസ്സിലാവണില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ 2 പ്ലേറ്റും ഫിനിഷ് ചെയ്ത് 3ാമത്തെ പ്ലേറ്റിലേക്ക് കടന്നു. ഇച്ചന് ഞാനാണ് തേർഡ് പ്ലേറ്റ് എടുത്തു കൊടുത്തത്. എനിക്ക് ഞാൻ തന്നെയാണ് എടുത്തത്. ഞാൻ എടുത്തതിൽ ഫ്രൂട്ട്സ് വളരെ കുറവായിരുന്നു. കംപ്ലീറ്റ് ഐസ്ക്രീംസും ക്രീംസും ഷുഗറിനോടനുബന്ധിച്ച സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറെ നാളുകൾ ഷുഗർ കഴിക്കാതിരുന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് കഴിക്കാം എന്നുള്ളൊരു ക്രേവിംഗ് ഉണ്ടായി. അങ്ങനെ ഞാൻ എടുത്തതാണ്. ഷുഗർ കഴിക്കുന്നതിന്റെ ഫലമായിട്ട് എന്റെ മുഖത്തും ശരീരത്തൊക്കെ കാണാനും ഉണ്ട്. ഞാൻ പൊതുവെ ഷുഗർ കഴിച്ചാൽ പെട്ടെന്ന് തടി വെക്കും, മുഖമൊക്കെ പെട്ടെന്ന് വീർത്ത് വരും. എന്തായാലും വല്ലപ്പോഴൊക്കെയല്ലേ ഇങ്ങനൊരു തീറ്റ. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ഷുഗർ കട്ട് അങ്ങോട്ട് അവസാനിപ്പിച്ചു. ഐസ്ക്രീംസ് ഒക്കെ തിന്നിട്ട് എത്ര നാളായെന്നറിയാമോ? എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീം ഒക്കെ ഞാനൊരൊറ്റ പ്ലേറ്റിലെടുത്ത് എല്ലാം കൂടി കൂട്ടി കുഴച്ചങ്ങോട്ട് തിന്നു. പിന്നെ പോരാത്തതിന് ഫ്രൂട്ട്സ് ഒന്നും എടുത്തില്ലല്ലോ എന്നുള്ള പരാതി ഒഴിവാക്കാനായിട്ട് തണ്ണിമത്തങ്ങയും ഒരു പിടി മുന്തിരി അങ്ങോട്ട് എടുത്തു. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് നന്നായിട്ടൊന്ന് വിശ്രമിക്കണം. അപ്പൊ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.